എണ്ണയ്ക്ക് പകരം വെള്ളം ഒഴിച്ച കത്തുന്ന വിളക്കും പിന്നെ പോലും വേണ്ടാത്ത സ്റ്റാപ്ലറും അതുപോലെ തന്നെ വേറെ കുറേ ഗാഡ്ജറ്റുകളുമാണ് ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഇതെന്താണെന്ന് പരിചയപ്പെടാം. ഇതാണ് റീയൂസബിൾ ആയിട്ടുള്ള സിപ്പർ. ഓഫീസിൽ പോകുന്ന സമയത്തും സ്കൂളിൽ പോകുന്ന സമയത്തും കോളേജിൽ പോകുന്ന സമയത്തും എല്ലാം നമ്മൾ ബാഗ് കൊണ്ടുപോകാറുണ്ട്. കൊണ്ടുപോകുന്ന ബാഗിൻ്റെ സിപ്പർ ഇതുപോലെ വഴുക്കി വെച്ച് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള റീയൂസബിൾ ആയിട്ടുള്ള സിപ്പർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തിരിച്ച് വീട്ടിൽ വരാൻ കേട്ടോ, വേറൊരു ബാഗ് വാങ്ങിക്കാതെ തന്നെ. മാത്രമല്ല ഈ ഒരു ബാഗ് നിങ്ങൾക്ക് പിന്നീടും കുറേ നാൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഒരു സിപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പിന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു നട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പുള്ളർ നിങ്ങൾക്ക് കാണാം. ആദ്യം തന്നെ ഈ ഒരു പുള്ളർ ഈ ഒരു സിപ്പറിൻ്റെ ഈ ഒരു ഗ്യാപ്പിൽ കൂടെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു പുള്ളർ ഇതുമായിട്ട് കണക്ട് ചെയ്യാം. അതിനുശേഷം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിബ് പൊട്ടിപ്പോയ പഴയ സിബിനെ എടുത്ത് കളയുക. അതിനുശേഷം ഈ ഒരു സാധനം അതിലേക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു നട്ടിട്ടൊന്ന് മുറുക്കണം കേട്ടോ, മൊത്തത്തിൽ മുറുക്കരുത്. ഒരു ചെറുതായിട്ടൊന്ന് മുറുക്കി വെച്ചതിന് ശേഷം ഈ ഒരു സിപ്പറിൻ്റെ ഇടയിലേക്ക് വച്ചിട്ട് നിങ്ങളിത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പുതിയ സിപ്പർ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് പിന്നെയും കുറേ നാൾ ഓട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ കാണുന്ന ഒരു പേപ്പർ സ്റ്റാപ്ലറിന് പിന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. പിന്നില്ലാതെ തന്നെ നമുക്ക് പേപ്പറുകൾ സ്റ്റാപ്പിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഗാഡ്ജറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ജസ്റ്റ് നിങ്ങൾ കുറച്ച് പേപ്പറുകൾ എടുക്കുക. പേപ്പർ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇത് വെച്ചിട്ട് സ്റ്റാപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ പേപ്പറിൻ്റെ ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് സ്റ്റാപ്പിൾ ചെയ്യും കേട്ടോ. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര ഹോൾഡ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതൊരു എനിക്ക് തോന്നുന്നൊരു 7-8 പേപ്പർ വരെയൊക്കെ ഇത് നമുക്ക് സ്റ്റാപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് തന്നെ ധാരാളമാണ്. അതിന് മുകളിലോട്ടുണ്ടെങ്കിൽ പിന്നുള്ള സ്റ്റാപ്ലർ വേണം കേട്ടോ. ഞാൻ അങ്ങനെ 2-3 പേപ്പർ ഒരു ഏകദേശം 10ഓളം പേപ്പർ വെച്ചിട്ട് സ്റ്റാപ്പിൾ ചെയ്ത സമയത്ത് ഇത് അത്രത്തോളം എനിക്ക് വർക്കായില്ല കേട്ടോ. അപ്പോൾ കുറച്ച് പേപ്പറൊക്കെ ആണെങ്കിൽ ഇത് അടിപൊളി ഒരു ഗാഡ്ജറ്റാണ്. എണ്ണയ്ക്ക് പകരം വെള്ളം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വിളക്കുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിനകത്ത് നിങ്ങൾ ജസ്റ്റ് കുറച്ച് കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് ഈ ഒരു വിളക്കുകളിലൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇതിനകത്ത് ബാറ്ററി ഉണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന സംഭവത്തിലെല്ലാം ഒരു സ്ക്രൂ പോലുള്ളൊരു സംഭവം ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് തമ്മിൽ കോൺടാക്റ്റിൽ വരുന്ന സമയത്താണ് കത്തുന്നത് കേട്ടോ. അപ്പോൾ ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് ലാമ്പാണ്. നമുക്ക് ആ ഒരു എണ്ണ ഒഴിക്കുന്നതിന് പകരം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. പോരാത്തതിന് ഈ ഒരു വെള്ളം നിങ്ങൾ എടുത്ത് കളയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ ലൈറ്റ്സ് എല്ലാം ഓഫ് ആവുകയും ചെയ്യും. ഇതിൻ്റെ തന്നെ പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. വിളക്കല്ല വേണ്ടത്, മെഴുകുതിരിയാണ് വേണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം.